വഖഫ് ബോർഡാണ് വാസ്തവത്തിൽ വഖഫ് ഭൂമിക്ക് വേണ്ടി രംഗത്ത് വരേണ്ടത്. ഇവിടെ വഖഫ് ബോർഡിന്റെ പേരിൽ രംഗത്ത് വന്നിരിക്കുന്നത് വഖഫ് സംരക്ഷണ സമിതിയും വഖഫ് സംരക്ഷണ വേദിയുമാണ്. ഈ രണ്ട് സംഘടനകളെ സംരക്ഷിക്കുന്നതും സഹായിക്കുന്നതും ആരെ എന്നതായിരിക്കും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ കാരണം. ആഴ്ചകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇവരെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും മുനമ്പങ്കാർ ശേഖരിക്കുകയും അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണവുമായി മുമ്പോട്ട് പോകുന്നതിനെതിരെ ഇവർക്ക് വേണ്ടി ചില മധ്യസ്ഥർ ഇപ്പോൾ തന്നെ മുനമ്പത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന നിലപാടിലാണ് ഇവർ. ഇതിനോടൊപ്പം തന്നെ ധൃതി പിടിച്ച് മുനമ്പങ്കാരെ തെരുവിലിറക്കുന്നതിന് വേണ്ടി രംഗത്തിറങ്ങിയ അന്നത്തെ എറണാകുളം കളക്ടർ ജാഫർ മാലിക്കിനെതിരെയും അന്നത്തെ തഹസീൽദാർ ബെന്നി സെബാസ്റ്റിനെതിരെയും കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷണം നടത്തിക്കാനാണ് ഇപ്പോൾ മുനമ്പങ്കാർ നീക്കം നടത്തുന്നത്. ജാഫർ മാലിക് ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ ആദിവാസി വകുപ്പിൽ ഡെപ്യൂട്ടി സെക്രട്ടറിയായി ജോലി ചെയ്യുന്നു. ജാഫർ മാലിക് 6 മാസം മാത്രമായിരുന്നു ജില്ലാ കളക്ടറായി എറണാകുളത്ത് ജോലി ചെയ്തത്. ഈ കാലയളവിൽ അദ്ദേഹം അമിതമായ താല്പര്യവും ആവേശവും മുനമ്പങ്കാരുടെ കാര്യത്തിൽ എടുത്തെന്നും വഖഫുമായി ബന്ധപ്പെട്ടവരുടെ മീറ്റിംഗുകൾ പലതവണ നടത്തിയെന്നും ആരോപണമുണ്ട്. ഈ 6 മാസത്തിനുള്ളിൽ ധൃതി പിടിച്ചുകൊണ്ട് പല ഫയലുകളും അദ്ദേഹം പൂർത്തിയാക്കിയെന്നും 2 ദിവസം കൊണ്ട് 5500 ഫയലുകൾ തീർപ്പാക്കിയെന്നും ആരോപണം. ഇതടക്കം ജാഫർ മാലിക്കിന് എന്തായിരുന്നു മുനമ്പം വിഷയത്തിൽ അമിതമായ താല്പര്യം എന്ന് അന്വേഷിക്കാനാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത്. ഇത് വഖഫ് ഭൂമിയാണ് എന്ന അവകാശവാദവുമായി വില്ലേജ് ഓഫീസിൽ ഫയൽ എത്തുമ്പോൾ വേണ്ടത്ര അന്വേഷണങ്ങൾ നടത്തി നോട്ടീസൊക്കെ കൊടുത്ത് സാവകാശം ചെയ്താൽ മതി എന്ന നിലപാടായിരുന്നു വില്ലേജ് ഓഫീസർക്കും മറ്റും. എന്നാൽ അവിടുത്തെ താലൂക്ക് ഓഫീസറായിരുന്ന ഇപ്പോഴും അതേ പദവിയിലിരിക്കുന്ന ബെന്നി സെബാസ്റ്റിനും ജാഫർ മാലിക്കും അമിതമായ താല്പര്യം കാട്ടിയെന്നും ഒരു നോട്ടീസും കൊടുക്കാൻ കാത്തിരിക്കാതെ എത്രയും വേഗം കരമെടുക്കുന്നത് നിർത്തിവെച്ച് മുനമ്പങ്കാരെ പുറത്താക്കാനും നീക്കം നടത്തിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അഴിമതിയുണ്ട് എന്ന് സംശയിക്കുകയാണ് മുനമ്പങ്കാർ. അത്തരം വിവരങ്ങൾ അവർ ആഴ്ചകൾ കൊണ്ട് ശേഖരിച്ച് ആ വിവരങ്ങളാണ് ഇപ്പോൾ NIA ക്ക് BJP സംസ്ഥാന നേതൃത്വത്തിന്റെ സഹായത്തോടെ കൈമാറുന്നത്.